തേടി വന്നു ദോഷിയാമൻ എന്നെയും നാദാ പോഷിപ്പിക്കാൻ സത്യവചനം ദീപത്താൽ എന്നെ പോഷിപ്പിക്കാൻ സത്യവചനം ദീപത്താൽ എന്നെ നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ചു നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ചു പച്ചപ്പുൽശൈലയിലിരുന്നോനെ പച്ചപ്പുൽശൈലയിലിരുന്നോനെ കളങ്കമറ്റേ ശൂയിക്കാരനില്ലാതെ നിർത്തിടുക കളങ്കമറ്റേ ശൂയിക്കാരനില്ലാതെ പടുത്തു കടൽ തീരം തിരുന്നു ഞാൻ എൻ്റെ പടുത്തു കടൽ തീരം തിരുന്നു ഞാൻ എൻ്റെ തേടി വന്നു ദോഷിയാമൻ എന്നെയും നാദാ തേടി വന്നു ദോഷിയാമൻ എന്നെയും നാദാ രാജാവും ഇസ്രായേൽ പരിശുദ്ധൻ എന്നെ വീണ്ടെടുത്തോളും നിന്റെ പ്രവൃത്തികളാൽ ശയമേ സർവഭൂമി ഇസ്രായേൽ പരിശുദ്ധൻ എന്നെ വീണ്ടെടുത്തോളും നിന്റെ പ്രവൃത്തികളാൽ ശയമേ എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി എന്തു ഞാൻ പകരം എന്നെ എന്തു ഞാൻ പകരം
എന്നുയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. സർവഭൂമി രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീട്ടിലോനും നീയേ, നിന്റെ പ്രവൃത്തികൾ അതിശയമേ. സർവഭൂമിയും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീട്ടിലോനും നീയേ, നിന്റെ പ്രവൃത്തികൾ അതിശയമേ. എൻ രക്ഷയായ ദൈവം, എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എല്ലാ നാളുകളും ചേർന്ന് എൻ രക്ഷയായ ദൈവം, എല്ലാ ശബ്ദം ഉയരട്ടെ. എൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം. അവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ എന്നെ വലിയവനാക്കി. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, 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 നീ നല്ലവൻ, നീ നല്ലവൻ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം. നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം. നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം. നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്തു ഞാൻ പകരം നൽകും? എന്നെ നീ മാനിച്ചതോർക്കുമോ? എന്നെ മാനിച്ചതിനാൽ എന്തു ഞാൻ ഓ ജീസസ്, നീ കരുതും യേശുവേ, എന്നെ മാനിച്ചതിനാൽ. എൻ രക്ഷയായ ദൈവം, എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത
എന്നുയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വിശ്വസിക്കുന്നവർ ചേർന്ന് എന്റെ രക്ഷയായ ദൈവം എന്നുയർച്ചയായ ദൈവം എല്ലാ നാളുകളും ഉയരട്ടെ എന്നെ വലിയവനാക്കിയോ എന്റെ രക്ഷയായ ദൈവം എന്നുയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി എന്നെ മാനിക്കുന്ന ദൈവം എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി വിശ്വസിക്കുന്നവർ നാമം ഉയർത്തി എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി നിൻ ശ്രേഷ്ഠത ശബ്ദമുയർത്തി നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി ഹല്ലേലൂയ എന്റെ യേശുവിന്റെ സ്നേഹം എന്നെ ഉന്നതനാക്കി ഹല്ലേലൂയ ഈ ലോകത്തിന്റെ സ്നേഹമൊക്കെ താൽക്കാലികമായി നിൽക്കുമ്പോൾ ലോകത്തിന്റെ താങ്ങുകളൊക്കെ താൽക്കാലികമായി നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും എന്റെ യേശുവിന്റെ സ്നേഹമാണ് എന്നെ ഉന്നതനാക്കിയത് ഹല്ലേലൂയ എന്റെ തകർച്ചയുടെ നടുവിൽ എന്റെ കണ്ണുനീരിന്റെ നടുവിൽ എന്റെ കടഭാരത്തിന്റെ നടുവിൽ എന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ എന്റെ കഷ്ടതയുടെ നടുവിൽ എന്റെ ഞെരുക്കത്തിന്റെ നടുവിൽ നമ്മളെ ഉന്നതനാക്കിയത് നമ്മളെ ചേർത്ത് നിർത്തിയത് മറ്റാരുമല്ല ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എന്നെയും നിന്നെയും മാർവോട് സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം ഇന്ന് പകൽക്കാലം ഇതിനകത്തുണ്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും ഈ ലോകത്തിന്റെ സ്നേഹമൊക്കെ അസ്തമിച്ചാലും ഈ ലോകത്തിന്റെ സ്നേഹമൊക്കെ മാഞ്ഞു പോയാലും ഈ ലോകത്തിന്റെ കരുതലൊക്കെ മാഞ്ഞു പോയാലും ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എന്നെ മാറോട് ചേർക്കുന്ന എന്നെ മാറോട് ചേർത്ത് സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം ആ ദൈവത്തിന്റെ കരുതൽ ഇന്ന് പകൽ നമ്മുടെ ഇടയിലുണ്ട് ഹല്ലേലൂയ അങ്ങനെയുള്ളവർ മാത്രം കരം ഉയർത്തി കർത്താവിന് ഒരു നന്ദി പറഞ്ഞാട്ടെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എന്നെ ഒറ്റയ്ക്ക് വിടുന്നവനല്ല ഇന്ന് പകൽക്കാലം എന്നെ തകർന്നു പോയതിനെ തള്ളിക്കളയുന്ന കർത്താവിനെ അല്ല ഞാൻ ആരാധിക്കുന്നത് ഇന്ന് പകൽക്കാലം ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഏത് കണ്ണുനീരിന്റെ നടുവിലും ഏത് കഷ്ടപ്പാടിന്റെ നടുവിലും ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഏത് കഷ്ടതയുടെ നടുവിലും ഏത് രോഗത്തിന്റെ നടുവിലും ഏത്ര പ്രതികൂലത്തിന്റെ നടുവിലും എന്നെയും നിന്നെയും മാറോട് ചേർത്തണയ്ക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത് അങ്ങനെയുള്ളവർ മാത്രം ഇന്ന് പകൽക്കാലം ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിക്കാം ഹല്ലേലൂയ പൊൻകാരം നീട്ടി പിടിച്ചു എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത് ചേത്തിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടി പിടിച്ചു ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ
വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ എന്നെ അൻപോട് സ്നേഹിക്കാം എന്താണ് എന്നിൽ കണ്ടത് ചേറ്റിൽ കിടന്നതാവട്ടെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ തൂയരേ തൂയാവിയേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത് ചേറ്റിൽ കിടന്നതാവട്ടെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു എന്നെ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ തൂയരേ തൂയാവിയേ തൂയരേ തൂയാവിയേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ വറ്റാത്ത ഉറവയെ തേനിലും മധുരമേ എന്നെ നിത്യമായി സ്നേഹിച്ചു ആ തേജസ്സാൽ മുറ്റും നിറച്ചു എന്നെ നിത്യമായി സ്നേഹിച്ചു ആ തേജസ്സാൽ മുറ്റും നിറച്ചു കണ്ണിന്മേ ശോഭിച്ചിരുന്ന കത്തുന്ന വിളക്കായും തന്നിന്മേൽ ശോഭിച്ചിടുന്ന കത്തുന്ന വിളക്കായും ഉള്ളിൽ വെളിച്ചം പോലെ മാറ്റുന്ന തേജോമയനേ വെളിച്ചം പോലെ കത്തുന്ന തേജോമയനേ തേജസ്സാലെന്നെ അധികമായി നിലനിർത്തിയിടും
വറ്റാത്ത ഉറവയേ തേനീലും മധുരമേ. എത്ര പേർക്ക് പറയാൻ പറ്റും എന്റെ യേശു സകലത്തിലും മതിയായവനാണ്? ഹല്ലേലൂയ. എന്റെ യേശു സകലത്തിലും ഉന്നതനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ പ്രയാസങ്ങളുടെ നടുവിലും കഷ്ടതയുടെ നടുവിലും എന്നെ ചേർത്ത് നിൽക്കുന്ന യേശു ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും? അവൻ മാത്രം ശബ്ദമുയർത്തുമെന്ന് ആരാധിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവരാരും ഇന്ന് പകൽ ഇതിനകത്ത് മൗനമായിട്ടിരിക്കരുത്. നീ രോഗിയാണോ? നിന്റെ മുൻപിൽ ഒരു വൈദ്യനായി അവൻ വെളിപ്പെടും. ഹല്ലേലൂയ. നീ അനാഥനാണോ? നിന്റെ മുൻപിൽ ഒരു അപ്പനായി അമ്മയായി വെളിപ്പെടാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. എങ്കിൽ ഇന്ന് പകൽക്കാലം ആരും മൗനമായിട്ടിരിക്കരുത്. നീ തീ കൂടി നടന്നാലും, നീ പൊട്ടക്കിണറ്റിൽ വീണാലും, കാരാഗ്രഹത്തിന്റെ അവസ്ഥ നിന്റെ ജീവിതത്തിലൂടെ കടന്നു വന്നാലും ഇന്ന് പകൽക്കാലം നിന്നെ ഒറ്റപ്പെടുത്തുന്നവനെ അല്ല നാം ആരാധിക്കുന്നത്. ആ കാൽവരിയുടെ കൊലക്കുളത്തിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിനെയാണ് നാം ആരാധിക്കുന്നത്. എങ്കിലും എത്ര പേർക്ക് പറയാൻ പറ്റൂ ആ യേശുവിനെ ഉയർത്താൻ, ആ യേശുവിനെ പുകഴ്ത്താൻ ഇന്ന് പകൽക്കാലം നാം മണി കാണിക്കുന്ന ഇന്ന് പകൽക്കാലം ആരാധനയുടെ ശക്തിയിലകത്ത് ഉയരട്ടെ, ആരാധനയുടെ ശക്തിയിലകത്ത് ഉയരട്ടെ. എല്ലാ ബന്ധനങ്ങളും ആരാധന ശക്തിയാൽ ഇന്ന് പകൽക്കാലം തകരട്ടെ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിന്റെ യാമത്തിൽ കിടന്ന് ആരാധിച്ചപ്പോൾ അവരെ കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങലകൾ പൊട്ടിയെങ്കിൽ, അവരെ കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങലകളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെങ്കിൽ, ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം തകർന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നീയും ഞാനും ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന ചങ്ങലകൾ, നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങലകളുടെ അവസ്ഥയെ, നിന്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന കാരാഗ്രഹത്തിന്റെ അവസ്ഥയെ തകർക്കാനായി തീരും. എല്ലാവരും കാര്യങ്ങൾ ചേർത്ത് ശക്തിയോടെ യേശുവിനെ ക്രൂശിലെ ജയാളിയെ യേശുവിനെ സ്തുതിക്കാൻ യോഗ്യനല്ലോ. യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചേരാം. യേശുവിനെ സ്തുതിക്കാൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ, കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ, കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ. യേശുവിനെ ഏകരക്ഷകനെ എന്ന് പറയാം. യേശുവിനെ കഥാതി കഥാവെന്ന് വിശ്വസിക്കാം. യേശുവിനെ ഏകരക്ഷകനെ എന്ന് പറയാം. യേശുവിനെ കഥാതി കഥാവെന്ന് ആരാധിക്കാം. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ. ശബ്ദം ഉയരട്ടെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയമായോരേ. സ്നേഹിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അരുണ്യരേ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയമായോരേ. സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അരുണ്യരേ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ, കുഞ്ഞാടിനെ ആയിരം ഉന്നതരെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ,
യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കിപ്പാർക്കാം. യേശുവിനെ വീണ്ടും വരുന്നവനെ ഘോഷിച്ചിടാം, ഘോഷിച്ചിടാം. യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കിപ്പാർക്കാം. യേശുവിനെ വീണ്ടും വരുന്നവനെ ആരാധിക്കാം, ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം, ആരാധിക്കാം. യേശു അധികാരമുള്ളവരെ വണങ്ങിടാം കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ വാഴ്ത്തിടാം. യേശുവിനെ യേശുവിനെ ജയാളിയെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ല. ശക്തിയോടെ പുകഴ്ത്തിടാം. യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം, സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം, ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം, ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ വിശ്വസിക്കാം, ആരാധിക്കാം. യേശുവിനെ അധികാരമുള്ളവരെ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ വിശ്വസിക്കാം. യേശുവിനെ ഏകരക്ഷകനെ എപ്പോൾ പറയാം. യേശുവിനെ കർത്താതി കർത്താവെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് വിശ്വസിക്കാം. യേശുവിനെ ഏകരക്ഷകനെ എപ്പോൾ പറയാം. യേശുവിനെ കർത്താതി കർത്താവെന്ന് അതുകൊണ്ട് ആരാധിക്കാം, ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം. ഉന്നതനെ ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം. കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ സ്നേഹിച്ചിടാം. യേശുവിനെ ഏറ്റവും പ്രിയമായോനെ സേവിച്ചിടാം. യേശുവിനെ ഇന്നുമെന്നു പറഞ്ഞേ സ്നേഹിച്ചിടാം, സ്നേഹിച്ചിടാം. യേശുവിനെ ഏറ്റവും പ്രിയമായോനെ സേവിച്ചിടാം. യേശുവിനെ ഇന്നുമെന്നു പറഞ്ഞേ ആരാധിക്കാം, ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം. ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരം ഉള്ളവരെ വണങ്ങിടാം. ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ഘോഷിച്ചിടാം. യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കിപ്പാർക്കാം. യേശുവിനെ വീണ്ടും വരുന്നവരെ ഘോഷിച്ചിടാം, ഘോഷിച്ചിടാം. യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കിപ്പാർക്കാം. യേശുവിനെ വീണ്ടും വരുന്നവരെ ആരാധിക്കാം, ആരാധിക്കാം. ക്രിസ്തുവിനെ അധികാരം ഉള്ളവരെ വണങ്ങിടാം. ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം. യേശുവിനെ അധികാരം ഉള്ളവരെ
ഉന്നതനെ ആരാധിക്കാം, ആരാധിക്കാം ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിയെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശു അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിയെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിയെ ആരിലും ഉന്നതനെ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ കടലായി ഒഴുകണമേ തീപോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ കടലായി ഒഴുകണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും ഒത്തുകാല സാധനോ ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും ഒത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ തീപോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകണമേ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം തീപോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീപോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീപോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ കണ്ണിലെ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ കണ്ണിലെ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ തീപോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീപോലെ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീപോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലിൻ ദൈവമേ ആ തീയത്തെ ഉറക്കണമേ ശക്തിയോടെ സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലിൻ ദൈവമേ ആ തീയത്തെ ഉറക്കണമേ തീപോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ അഗ്നിമഴയായി
പെയ്യണമേ. തീ പോലെ ഇറങ്ങണം. അവന്റെ സാന്നിധ്യം തിരിച്ചറിയണം. കാറ്റായി വീശേണം. എല്ലാ പാവങ്ങളും തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി കവിയണമേ. കൊടും കാറ്റായി വീശേണമേ. അഗ്നിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുമ്പോൾ അധികാരം പകരേണമേ. ഇനി ആത്മാവിൽ പ്രവർത്തിച്ച ശക്തിയോടെ അസ്ഥിയുടെ ഒരു സൈന്യത്തെ അധികാരം പകരേണമേ. ഇനി ആത്മാവിൽ പ്രവർത്തിച്ച ശക്തിയോടെ തീ പോലെ കവിയണമേ. കൊടുങ്കാറ്റായി വീശേണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി കവിയണമേ. കൊടുങ്കാറ്റായി വീശേണമേ. ആത്മനദിയായി ഒഴുകണമേ. കണ്ണിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുമ്പോൾ ആകാവ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. ഒരു കണ്ണിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുമ്പോൾ ആകാവ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി കവിയണമേ. കൊടുങ്കാറ്റായി വീശേണമേ. അഗ്നിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി കവിയണമേ. കൊടുങ്കാറ്റായി അഗ്നിയായി ഒഴുകണമേ. സിനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ ആ തീയം വെളുക്കണമേ. സിനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ നദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. കൊടുങ്കാറ്റായി വീശേണമേ. അഗ്നിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി കവിയണമേ. കൊടുങ്കാറ്റായി വീശേണമേ. അഗ്നിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി കവിയണമേ. കൊടുങ്കാറ്റായി വീശേണമേ. അഗ്നിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി കവിയണമേ. കൊടുങ്കാറ്റായി വീശേണമേ. അഗ്നിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി കവിയണമേ. കൊടുങ്കാറ്റായി വീശേണമേ. അഗ്നിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്റെയും ഋതുകാല സമയമല്ലോ. ആത്മാവിൽ ഇറക്കണമേ. അന്ത്യകാല അഭിഷേകം ശക്തിയോടെ സകല ജഡത്തിന്റെയും ഋതുകാല സമയമല്ലോ. ആത്മാവിൽ ഇറക്കണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി കവിയണമേ. കൊടുങ്കാറ്റായി കാറ്റായി വീശേണമേ.
മധ്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ ഉറക്കണമേ ഈ പോലെ ഇറങ്ങണമേ അഗ്നിനാഥായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാഥായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണം അഗ്നിനാഥായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാഥായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാഥായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ കൊടുങ്കാറ്റായി വീശണമേ അഗ്നിമഴയായി പെയ്യണമേ ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാഥായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ അഗ്നിമഴയായി പെയ്യണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാഥായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ സിനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേൽ ദൈവമേ ആ തീയന്റെ ഇറങ്ങണമേ സിനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലിൻ ദൈവമേ ആ തീയന്റെ ഇറങ്ങണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാഥായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാഥായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ മധ്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ ഉറക്കണമേ മധ്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ ഉറക്കണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാഥായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാഥായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാഥായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ എല്ലാ കടമടഞ്ഞിരിക്കട്ടെ. മൈ ഡിയർ റൈറ്റൻസ് ഫാദർ, അങ്ങയുടെ സഭ അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നപ്പോൾ നിന്റെ അഭിഷേകത്തിന്റെ ശക്തി, നിന്റെ വെളിപ്പാടിന്റെ ശക്തി, നിന്റെ കൃപയുടെ ശക്തി, കൃപയാ നിലനിൽക്കുമേ, നിന്റെ കൃപയാ നിലനിൽക്കുമേ, കൃപയാ നിലനിൽക്കും. ഒരു അഭിഷേകത്തിന്റെ ശക്തി നിറഞ്ഞു കവിയുന്നേ ഞങ്ങളുടെ വീടുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു സമൃദ്ധിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അഭിഷേക ശക്തി ഞാൻ കൈനീട്ടി ജയമെടുക്കുന്നു, 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 ജയമെടുക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു സമൃദ്ധിയിലേക്ക് എന്നെ പിടിച്ചു കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കൂടെ ഞാൻ ഇറങ്ങിപ്പോവുക. ഇറങ്ങിപ്പോവുക എന്നെ സമൃദ്ധിയിലേക്ക്
എന്നെ സമൃദ്ധിയിലേക്ക്. സമൃദ്ധി ആവശ്യമാണ്, ഞങ്ങൾക്ക് സമൃദ്ധി ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. കെരിതി തോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയിൻ വരവ് നിന്നാലും സാരുവാത്തിലെ വിധവയെ ഒരുക്കി എന്നെ പോഷിപ്പിച്ച, എന്റെ പിതാക്കന്മാരെ പോഷിപ്പിച്ച എന്റെ ദൈവം ഇന്ന് പകൽ എനിക്ക് ആത്മാവിൽ പറയുവാനുള്ളത്, വിശ്വസിക്കുന്നവരാൽ ഈ വക അടയാളം നടക്കും. ഉറ്റപ്പെട വേണ്ടുമേ ഉന്നതത്തിനാവി ഉയർപ്പിക്കും എങ്ങൾ നല്ല ദേവാ. നിന്റെ ശക്തിയാൽ നിന്റെ ബലത്താൽ എന്നെ നീ നിറയ്ക്കണമേ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം. ഏറ്റെടുക്കുന്നവർക്ക് കറക്റ്റ് ആകട്ടെ. പിറുപിറുക്കുന്നവരെ എനിക്ക് അറിയത്തില്ല. പല്ല് കടിച്ച് ഉരുകുന്നവരെ എനിക്ക് അറിയത്തില്ല. നന്നാകണമെന്ന് മനസ്സുള്ളവർ നന്നാകട്ടെ. പരിശുദ്ധാത്മ പറഞ്ഞത് ദാഹിക്കുന്നവൻ വരട്ടെ എന്ന. ദാഹം തീർക്കുന്ന നല്ല മരുന്നാവൻ. ശക്തി ശക്തി എല്ലാ കണ്ണും അടഞ്ഞിരിക്കട്ടെ. പരിശുദ്ധനെ, രാജാവേ, സമാധാന പ്രഭുവേ, അങ്ങയുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മക്കളെ നീ ബലപ്പെടുത്തണമേ. അങ്ങയുടെ മക്കളെ ശക്തീകരിക്കണമേ. നിരാശകൾ മാറട്ടെ, പ്രയാസം മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ. ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കി തരുന്ന ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ. സമാധാനം, അനുഗ്രഹം, ആശ്വാസം നൽകട്ടെ. സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. എല്ലാവരും സമർപ്പിക്കുന്നു, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജെറിൻ സങ്കീർത്തനം വായിക്കുമ്പോൾ അവന്റെ വായിന്ന് തീ പുറപ്പെടുക. സമർപ്പിക്കുന്ന എല്ലാവരും വരുവാണ്, വേഗം കടന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ബൈബിൾ എടുക്കും. 8-ാം സങ്കീർത്തനം ജെറിൻ വായിക്കാം. നമുക്ക് വായിക്കാം. ഒരു 5 നിമിഷം പ്രബോധിപ്പിക്കും. സത്യം സങ്കീർത്തനം. ഞങ്ങളുടെ കർത്താവേ, യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെ നക്ഷത്രങ്ങളിൽ നോക്കുമ്പോൾ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം, കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും ഞങ്ങളുടെ കർത്താവേ, യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഏവർക്കും ദൈവം വരുന്ന യേശുനാമത്തിൽ എന്റെ സ്നേഹം അറിയിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. നാം ഇന്നലെ വായിച്ച വചനം ആണ്ടിന്റെ ആരംഭം മുതൽ ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വചനമാണ് നമ്മൾ ഇന്ന് കുറിവാക്യമായിട്ട് എടുക്കുന്നത്. ആവർത്തന പുസ്തകം 11-ന്റെ 12-ാമത്തെ വചനമാണ്. അതിലിരിക്കുന്ന ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അന്വേഷിക്കും. 2 വെളിപ്പാട് എനിക്ക് പറയാനുള്ളത്.
അത് ശ്രദ്ധിക്കണം. എന്തിനറിയാമോ? സമയം നോക്കാതെ ദൈവത്തെ ആരാധിക്കണം. സ്വർഗത്തിൽ സ്തുതിയും ആരാധനയും അല്ലാതെ അവിടെ വേറെ ഒന്നും ഇരിക്കില്ല. നമ്മുടെ വിലയിരുത്തൽ മാനസാന്തരപ്പെട്ടാൽ മതി, വെള്ള സാരി ചുറ്റിയാൽ മതി സ്വർഗത്തിൽ. അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കാൻ നിൽക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. അതിനെങ്ങനെ പഠിപ്പിക്കുന്നു? ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിലയിരുത്തുവാനും നാക്കുകൊണ്ട് പലതും പറയുവാൻ നമുക്ക് പറ്റും. ഹോളി സ്പിരിറ്റ് അങ്ങനെയുള്ള നിങ്ങൾ വേദനകൾക്ക് തുണ നിൽക്കുന്ന ദൈവമക്കൾ. മറ്റുള്ളവരെ മുറിവ് ഏൽപ്പിക്കുന്നതിനേക്കാൾ വേദനകൾക്ക് തുണ നിൽക്കുക. വേദപുസ്തകം സ്നേഹമാണ്, അത് സമാധാനമാണ്, ആശ്വാസത്തിൽ. എൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു വാക്ക്, എൻ്റെ ദൈവത്താൽ ഞാൻ സമാധാനത്തോടെ കഴിഞ്ഞു. എത്രയായാലും നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണമേ എന്ന് സമയം നോക്കി നിങ്ങൾ ഒരിക്കലും ആരാധിക്കാൻ നിൽക്കരുത്. നിത്യജീവന്റെ കയ്യിൽ നിന്ന് പോകും. സമയം പഞ്ചുവാലിറ്റി അല്ല. നിങ്ങൾ അടുക്കളയിൽ വെച്ചോ, നല്ല കാര്യമാണ്. 1 മണിക്ക് ചോറ് കഴിച്ചോ, എനിക്ക് പിണക്കമൊന്നുമില്ല. ആരാധനയിൽ നമുക്ക് സമയം പഞ്ചുവാലിറ്റി വയ്ക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിത്യജീവൻ പ്രാപിക്കാനുള്ളവന്റെ ജോലി എന്താ? സ്വർഗത്തിൽ നോ എൻഡ് ഓഫ് ദി ടൈം. അതിന് അവസാനമില്ലാത്ത സമയം ആരാധിക്കാറുള്ളൂ നമ്മളാണ്. അത് ഇവിടെ തന്നെ തുടങ്ങണം. അൺലിമിറ്റഡ് ആയിട്ട്. ലിമിറ്റ് വയ്ക്കരുത്. അൺലിമിറ്റഡ്. ലിമിറ്റ് വയ്ക്കാവുള്ള പാപം ചെയ്യാനാണ് പോകരുത്, പിറുപിറുക്കാൻ പോകരുത്. നിന്റെ ഉയർച്ച നിന്റെ മനസ്സിന്റെ ഇതുകൊണ്ട് എപ്പോഴും ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ തീർന്നവരെ പരിശുദ്ധാത്മാവിന് എന്റെ വചനങ്ങളെ ചേർത്ത് മുന്നോട്ട് പോകുക. അതിന്റെ 10ാമത്തെ വചനം വായിക്കുമ്പോൾ, വായിക്കുന്ന സൗണ്ടോടെ വായിക്കുക. എല്ലാവരും കേൾക്കണം. നീ കൈവശമാക്കുവാൻ ചെയ്യുന്ന ദേശം കണ്ടോ. അത് ഒന്നുകൂടെ ഇരുത്തി വായിക്കണം. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന കണ്ടോ. നീ സ്വർഗത്തിൽ പോകുന്ന നീ ഈ ഭൂമിയെ നീ വിട്ടേച്ച് പോകേണ്ടി വരും. അത് ഈ ഭൂമിയെ പോലെ അല്ല. അത് അവിടെ നീ വിത്ത് വിതച്ചിട്ട് നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ആകാശത്തുനിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാവുന്നു. കണ്ടോ? ഇതിന്റെ വ്യത്യസ്ത അനുഭവം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രയാസം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകും, കാലപ്പോക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുത്തി കളയും. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തി. ആരാ പരിശുദ്ധാത്മ നഷ്ടപ്പെടുത്തി കളയുന്നത്? പിറുപിറുക്കുന്നവർ, ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ റെഡി അല്ലാത്തവർ. അങ്ങനെയാണെങ്കിൽ 38 വർഷം കുളക്കരയിൽ കിടന്നവന് ചുമ്മാ അവനെ തേടി വന്നു. കർത്താവ് ചുമ്മാ അല്ല അവനെ തേടി വന്നു. അവന്റെ വിശ്വാസം, അവന്റെ നിർബന്ധം എങ്ങനെയാണ്? ഇന്നലെ കന്ന വചനം പറഞ്ഞ നിർബന്ധം ഒരു ഭയങ്കര സംഭവമാണ്. എന്താ സംഭവം? നിർബന്ധം എന്ന് പറയുന്നത് അവന്റെ കാര്യങ്ങളെ സാധിപ്പിക്കും. പഠിക്കണമെന്നുള്ള വൈരാഗ്യമുള്ള കുട്ടികൾ പഠിച്ചു പുറത്തു വരും. ഓട്ടക്കളത്തിൽ ഓടണം എന്നുള്ള ചിന്ത ഉള്ള ഓടി ജയിക്കും.
അപ്പൊ നാം എന്ത് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിന് വേണ്ടി വളരെ വില കൊടുക്കുന്നു, വളരെ വില കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ മാർഗത്തിൽ വന്നിട്ട് കാര്യമില്ല. ജാതികളെ പോലെ ജീവിച്ച് തീക്കടലിൽ പോകുന്നത്. നാം നമ്മെ തന്നെ സൂക്ഷിക്കും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, അത് ഫലിക്കും. രോഗികൾക്ക് സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം ആത്മാവേ. മടുത്ത് പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അവനെ പാടാമോ? എങ്ങനെ അറിയാമോ പാട്ട്? ആ, പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്ത് പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, പാലിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, രോഗിക്ക് സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലവൻ അവൻ വല്ലവൻ. എന്നും പ്രാപിക്കാം, എന്നും പ്രാപിക്കാം. എല്ലാവരും എണ്ണിച്ചാട്ടെ. ഞാൻ പാടാം. എല്ലാവരും എണ്ണിച്ചാട്ടെ. ഒരു നിമിഷം ആ കൈകളൊന്ന് അടിച്ചുകൊണ്ട് മോനെ ഒന്ന് വായിത്തരണേ. എല്ലാ കൈകളും ഒന്ന് ചലിക്കണം. യെസ് യെസ്. മടുത്ത് പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്ത് പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, പാലിക്കും രോഗികൾക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, പാലിക്കും രോഗികൾക്ക് സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ആത്മാവിൽ സമാധാന സന്തോഷം ധാരാളമായി നാഥൻ നൽകിടും. ആത്മാവിൽ സമാധാന സന്തോഷം ധാരാളമായി നാഥൻ നൽകിടും. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ പ്രാപിക്കാം, വിടുതൽ പ്രാപിക്കാം. യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും.
വചനം പഠിപ്പിക്കുന്ന പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും. നേരം കാണും, പേരിക്കും നേരം കാണും. എന്റെ പൊന്നു ദൈവമക്കളെ, നിന്റെ പേര് വിളിക്കുമോ? നിന്റെ പേര് വിളിക്കുമോ? പറ. നീ ഇന്ന് ആലോചിക്കണം. നീ ഇന്ന് ഭൂമിയിലാ. ഇന്ന് ആലോചിക്കണം, പേര് വിളിക്കുമ്പോ നിന്നെ കാണുമോ എന്ന്. നിന്റെ പേര് വിളിക്കപ്പെടുമോ? ഓർമ്മ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ? ജീവപുസ്തകത്തിന്റെ പേരുണ്ടോ? അവന്റെ കൈവളയിൽ നിന്റെ പേരുണ്ടോ? അതെന്താ പറയാത്തത്? ഇപ്പോഴും ചിന്തിച്ച് ഓട്. കാലം കഴിയുന്നു, നാട്കൾ പോയി. കാലം കഴിഞ്ഞ് നാളെല്ലാം പോവുക. കർത്താവിന്റെ വരവ് സമയമാകും. നീ വടിയിടിക്കാനുള്ള സമയമാണ്. പൂർവ അല്ലേ? അതെന്നത് ചെയ്യാത്തത്? മഹത്വ നാമത്തെ കീർത്തിപ്പാന ശക്തീകരിക്കണം. യാത്ര ചെയ്യും ഞാൻ ജീവൻ ശ്വാസം ജീവൻ വച്ചീടും ശ്വാസം ഇനി ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത നാളുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. താങ്ക് യു ജീസസ്. തെലങ്കാനയിൽ ഒരു ചർച്ച ഉണ്ട്. 4 ലക്ഷം പേർ പോകുന്ന ചർച്ച. കാൽവറി ടെമ്പിൾ അറിയാമോ? ആ ചർച്ച 4 ലക്ഷം പേർ കൂടുന്നതാണ്. അവിടുത്തെ ഗവൺമെന്റ് കൽപ്പിച്ചിരിക്കുക ആ സഭയെ പൂട്ടിക്കളയാൻ. അറിയാമോ? 4 ലക്ഷം പേർ കൂടുന്ന ചർച്ച. പാസ്റ്റർ സതീഷ് കുമാർ. ഇനി ഓപ്പൺ അല്ല, എല്ലാം അടയാൻ പോയി. അതുകൊണ്ട് സമയത്തെ കളയാതെ, ആരാധനയ്ക്ക് റീസൺ പറയാതെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ശക്തി, പരിശുദ്ധാത്മാവ് അസറ്റാക്കിക്കോ. നമ്മൾ പൈസ ചേർക്കുന്നതിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാ ഇല്ലെങ്കിൽ സ്വർഗം നിനക്ക് ഇല്ല. ചിലരത് മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ കേട്ട് ഇങ്ങനെ വിടത്തേ ഉള്ളൂ. കേട്ട് വിട്ടാൽ കർത്താവ് നിന്നെ കേട്ട് വിടും. എല്ലാം നീ ചെയ്യുന്നതിന്റെ ഫലമായി ലഭിക്കും. നീ ആരുമായിക്കോട്ടെ, നീ ഏത് ചെയ്യുന്നോ അതിന്റെ ഫലമേ നീ അനുഭവിക്കാൻ പറ്റും. ആ ശക്തി ചിലരെ മൂടുമ്പോൾ ഇത് ഉയർപ്പിന്റെ ശക്തി.
വരുമ്പോൾ അവന്റെ കൂടെ പറന്ന് പോയാൽ മതിയെനിക്ക്. ഈ വിശ്വാസം നിൽക്കുന്ന ആരും ഉണ്ടെങ്കിൽ അവർ മാത്രം ഓടി ഫ്രണ്ടി വരാം. ഒരേ ഒരു നിമിഷം. അവന്റെ കൂടെ പറന്ന് പോയാൽ മതിയെനിക്ക്. പറന്ന് പോകാൻ വേഗതയ ബലം ലഭിച്ചാൽ മതിയെനിക്ക്. പറന്ന് പോകാൻ വേഗതയ ബലം ലഭിച്ചാൽ മതിയെനിക്ക്. ഉലകസുഖം വേണ്ടെനിക്ക്. എന്റെ പ്രിയൻ മതിയെനിക്ക്. ഉലകസുഖം വേണ്ടെനിക്ക്. പറന്ന് പോകാൻ വേഗതയ ബലം ലഭിച്ചാൽ മതിയെനിക്ക്. 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 ബലം ലഭിച്ചാൽ പ്രിയപ്പെടുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതിയെനിക്ക്. പ്രിയപ്പെടുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതിയെനിക്ക്. പറന്നു പോകാൻ വേഗതയ ബലം ലഭിച്ചാൽ മതിയെനിക്ക്. പറന്നു പോകാൻ വേഗതയ ബലം ലഭിച്ചാൽ മതിയെനിക്ക്. പറന്നു പോകാൻ വേഗതയ ബലം ലഭിച്ചാൽ മതിയെനിക്ക്. ഈ ബലം ലഭിച്ചാൽ നീ കഴുകനെക്കാട്ടി ശക്തിയാകും. കഴുകനെക്കാട്ടി ശക്തി നിനക്ക് വരും. താങ്ക് യു ടീച്ചറെ. ആ ശക്തി കിട്ടിയ എന്തുമായിരിക്കും അല്ലേ? കൈകൾ ഉയർത്തിക്കൊണ്ട്
എന്തൻ ഉള്ളം തങ്കം യേശുനായക ഉന്തൻ വീടായി കൊള്ളും യേശുനായക 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 ഇനി നല്ല നീ எந்த ஜெப வேளை உமை தேடி வந்தே தேவா பதில் தாருமே. எந்த ஜெப வேளை உமை தேடி வந்தே தேவா பதில் தாருமே. எந்த கோட்டை எந்த தஞ்சம் நீயே நின்னை ഞാൻ തേടി വന്നു എന്തൻ ജപവേളை ഉമ്മൈ തേടി വന്നു ദേവാ എനിക്ക് മറുപടി തരണമേ എന്നാണ് ഇതിന്റെ അർത്ഥം. എന്തൻ ജപവേളை ഉമ്മൈ തേടി വന്നേ ദേവാ ഇതെന്റെ പ്രാർത്ഥന സമയത്തിൽ ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നു, എനിക്ക് മറുപടി തരണമേ എന്നാണ് അതിന്റെ അർത്ഥം. നീ എന്റെ കോട്ടയും എന്റെ ദുർഗവും എന്റെ അഭയസ്ഥാനവും എന്റെ കോപുരവും എന്റെ മറവിടവും എന്റെ ആശ്രയവും എന്റെ പാറയും എന്റെ തേൻകട്ടയും നീയ. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? ഒറ്റ ശ്വാസത്തിൽ ജപവേളை ഉമ്മൈ തേടി വന്നേ ദേവാ பதில் தாருமே. എന്തൻ ജപവേളை ഉമ്മൈ തേടി വന്നേ ദേവാ பதில் താരുമേ. എന്തൻ കോട്ടை എന്തൻ തഞ്ചം നീയേ നിന്നെ ഞാൻ ചോരാതെ ജപിത്തിട ജവാബി വരമേണ്ടുമേ. അപ്പ നിന്നെ മാത്രം ആരാധിക്കുവാൻ എന്റെ തലമുറകളായിരിക്കുന്ന മേഖലയിൽ എന്റെ വീടായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്തെടുക്കുവാൻ പറയുന്നവർക്ക് ഏറ്റെടുക്കണം. ദൈവമണിക്കൂറോർക്ക എന്റെ ജപവേളை ഉമ്മൈ തേടി വന്നേ ദേവാ பதில் താരുമേ. എന്റെ ജപവേളை ഉമ്മൈ തേടി യേശുവിനെ ദൂതന്മാർ ചിലർ എടുത്തുകൊണ്ടേ പോകുന്നു. ചിലർ പറന്നു പോകുന്നത് പോലെ അവർക്ക് തോന്നും. അത് തോന്നുമല്ല, സത്യമായിട്ട് പറക്കുന്നതാണ്.
Welcome the Holy Spirit right now. You are my salvation, the majesty-fier, the glory to God Jesus. Thank you. ടീച്ചറെ വോട്ട് അങ്ങനെ പറക്കുന്നത് ഞാൻ കണ്ടിരുന്നു, അതാ ചോദിച്ചത്. ഉയരത്തില് വലിയ സമാധാനമുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. താങ്കൾ ഒരു നദിയുടെ തീരത്ത് പോയി ഇറങ്ങിയിരുന്നു. അവിടെ ഒത്തിരി മീനുകൾ നദി നീട്ടുന്നത് ഞാൻ കണ്ടിരുന്നു. വലത് ഭാഗത്ത് ആപ്പിൾ പോലെ തോട്ടം ഉണ്ടായിരുന്നു. താങ്കൾ അതിനകത്ത് പോയിരുന്നു. താങ്കൾ യേശുവോട് പറഞ്ഞ വാക്കിനാണ്, ഇതാണ് ഞാൻ ആവശ്യപ്പെട്ടത്, എന്നെ ഇതിലേക്ക് നടത്തണം. ശരിയായല്ലോ? റൈറ്റ് ആയല്ലോ? റൈറ്റ് ആയോ? അത് എപ്പോഴും എപ്പോഴും നിങ്ങൾ പ്രസൻസിലേക്ക് വരും. ഭയങ്കര സമാധാനം. നിങ്ങൾ കൈവത്താൽ ഞാൻ ഒന്നുകൂടെ നിങ്ങൾ പ്രസൻസിലേക്ക് കൊണ്ടുവരും. പ്രസൻസ് മീൻസ് എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റുമായുള്ള നല്ലൊരു ലിങ്കാണ്. അപ്പൊ നോക്കിക്കോ, സ്വർഗത്തിൽ നിന്നൊരു വെള്ളപ്പുറാവ് ചിറകടിച്ച് ഇറങ്ങി വരുന്നത് ചിറകാണ്. മോനെ പനി പോലെ പെയ്യും. ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ മാത്രം കളയാതെ പിടി. നീ എപ്പ തെളിഞ്ഞെന്ന് പറഞ്ഞാൽ പനി പോലെ പെയ്യും പരിശുദ്ധനെ, മഴയായി പൊഴിയും ആവിയേ. തങ്കാന്റി കേൾക്കുന്നുണ്ടല്ലോ? പനി പോലെ പെയ്യും പരിശുദ്ധനെ, മഴയായി പൊഴിയും ആവിയേ. മഴയായി പെയ്യും ആവിയേ, 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 മഴയായി പെയ്യും ആവിയേ. പനി പോലെ പെയ്യും പരിശുദ്ധനെ, മഴയായി പെയ്യും വെള്ളപ്രാവേ ഇറങ്ങി വാ, തങ്കപ്രാവേ ഇറങ്ങി വാ, എന്റെ ഉള്ളിൽ ഇറങ്ങി വാ, എന്റെ വീട്ടിൽ ഇറങ്ങി വാ. തങ്കാന്റി നിന്റെ വീട്ടിൽ ഇറങ്ങി വന്ന പ്രാവ് ഒന്ന് കാണാൻ അങ്ങോട്ട് നിൽക്കുന്നോ വീഴുന്നോ എന്തോ. പനി പോലെ പെയ്യും പരിശുദ്ധനെ, മഴയായി പെയ്യും ആവിയേ, 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 മഴയായി പെയ്യും ആവിയേ. ഈ ആവി വന്നാൽ, ഈ ആത്മാവ് വന്നയാ, നീ തന്നെയാ യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. ഒന്ന് പാടാമോ? എന്ത് രസമാണ്. എന്റെ നിശ്ചയവും നീ തന്നെയാ, എന്റെ ഹൃദയവും നീ തന്നെയാ.
ഹൃദയത്തെ കവർന്നോനേ എവിടെ വരെ ആ കൈ വെച്ച് ഈ പാട്ട് അറിയാമോ? പാട് അങ്ങനെ പാട് തീ ഒന്നിനെ ഇറങ്ങി എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ പകർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ പകർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ പകർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ പനി പോലെ പെയ്യുന്ന പരിശുദ്ധാത്മാവ് അപ്പൊ സഭയിൽ നിൽക്കുന്ന എല്ലാവരുടെ വീടുകളിലും അത് പെയ്തിറങ്ങട്ടെ. സ്വർഗത്ത് നേരെ സിയോൻ സഭയിലേക്ക് അത് ഇറങ്ങി വരട്ടെ, ഡയറക്റ്റ് വരട്ടെ. അപ്പ ഇവരെ വീടുകളിൽ എല്ലാം ഒന്ന് വന്ന് പെയ്തിറങ്ങട്ടെ, 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 പെയ്തിറങ്ങട്ടെ. അപ്പ ഇറങ്ങട്ടെ, 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 ഇറങ്ങട്ടെ. യെസ് യെസ് യെസ്. പനി പോലെ പനി പോലെ പെയ്യും പരിശുദ്ധനേ, മഴയായി പെയ്യും താങ്ക് യു. അതെ, എന്താ പേര്? ഹലോ. നല്ലൊരു തണുത്ത മഞ്ഞ് വന്ന് പോകുന്ന പോലെ ആ തണുപ്പിപ്പോഴും ഫുള്ളായി. നമ്മുടെ ഏഷ്യയിലെ തണുപ്പൊന്നല്ലല്ലോ, സന്തോഷമാണ്. ഇതെല്ലാം കളയാതെ സൂക്ഷിക്കാവുന്നതാണ്. മോളെ എന്താ സംഭവിച്ചത്? എന്തോ ഇല്ലെങ്കിൽ വിറയ്ക്കുന്ന പോലെ ഇരിക്കുന്നു. ശരി, പോയിരുന്നാട്ടെ. അതിന്റെ 13 വായിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും കണ്ടോ, നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്ത് ചെയ്യണം? നിങ്ങൾ സ്നേഹിക്കുകയും സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും അവന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട്. കണ്ടോ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ, ചുമ്മാല്ല, ജാഗ്രതയോടെ ശ്രദ്ധയോടെ നീ അനുസരിച്ചാൽ, അപ്പൊ അനുസരിച്ചില്ലെങ്കിൽ വേവകാരിയിൽ പോകും.
ധാന്യവും വീഞ്ഞും കണ്ടോ, ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത്. കണ്ടോ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി ജീവിച്ചാൽ മാത്രം മതി. യോസേപ്പിനെ തക്ക സമയത്ത് ഉയർത്തിയതുപോലെ, ദാവീദെ തക്ക സമയത്ത് ഉയർത്തിയതുപോലെ, ദാനിയേലെ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തെടുത്തതുപോലെ അവൻ ചിലരെ എടുക്കുമെന്നാണ് ഇന്നത്തെ വെളിപ്പാട്. ആരാ അത് ആരാ? നീ തീരുമാനം എടുക്കുക. യേശു വളരാനുള്ള തീരുമാനം എടുക്കുക, കയ്പിന്റെ തീരുമാനം എടുക്കുക, മറ്റുള്ളവരെ തെറ്റിക്കുക. നീ മറ്റുള്ളവരെ തെറ്റിച്ചാൽ നിന്റെ വീട് കണ്ടാൽ തെറ്റി, ഉറപ്പാ, സംശയമൊന്നുമില്ല. ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും. കണ്ടോ, ജാഗ്രതയോടെ നീ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന്. കണ്ടോ, ഇതെല്ലാം നിനക്ക് ഉണ്ടാകേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്ക്കും. കണ്ടോ, ഞാൻ നിന്റെ നിലത്ത് മുൻമഴയും പിന്മഴയും തരുന്നത് ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവ്. സമയം നോക്കാതെ പ്രാർത്ഥിക്കണം, സമയം നോക്കാതെ ദൈവത്തെ ആരാധിക്കണം. സമയം നോക്കി നീ പ്രാർത്ഥിച്ചാൽ കർത്താവും സമയം നോക്കിയേ നിന്റെ അടുക്ക വരണം. സമയം നോക്കാതെ നീ ആരാധിച്ചാൽ അവന് സമയം നോക്കാതെ ഓടി. മക്കളെ, നീ ഏത് അളവ് കൊണ്ട് അളക്കുന്നു അതേ അളവ് കൊണ്ട് മാത്രമേ നിനക്ക് നീ ആരുമായിട്ടോ. വളരെ രസം. നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് നിങ്ങൾ വായിക്കാവുന്നത് 2-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 1 2-ാം അധ്യായം അതിന്റെ 11 മുതൽ വായിക്കുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. കണ്ടോ, ജയിക്കുന്നവൻ എന്താ ജയിക്കണം? ജഡത്തെ ജയിക്കണം. ഏത് ജഡ? മറ്റുള്ള ജഡ. നീ നിന്റെ ജഡത്തെ ജയിക്കണമെന്നേ. നിന്റെ ജഡത്തിന്റെ താല്പര്യങ്ങളെ മരവിപ്പിക്കണം, ചിന്തകളെ മരവിപ്പിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി നീ വില കൊടുക്കണം. അങ്ങനെ വില കൊടുക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കും. ദൈവമക്കളെ, അവൻ തുറക്കുന്നവൻ, അടയ്ക്കുന്നവനല്ല. യേശു അടയ്ക്കുന്ന ദൈവമല്ല. നീ പ്രാർത്ഥിക്കാഞ്ഞ കൊണ്ട് അത് അടഞ്ഞു പോകുന്നു. ദൈവത്തോട് നല്ല ലോകത്തിലെ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിൽക്കരുത്. മറ്റുള്ളവരെ നീ കമ്പയർ ചെയ്യാൻ പോകരുത്. ഒരാളുടെ ജീവിതം അങ്ങോട്ടാണ്, വേറെ ജീവിതം ഇങ്ങോട്ടാണ്. ഓരോന്നും വ്യത്യസ്തമാണ്. ഇപ്പൊ കണ്ട, നമ്മളിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം തന്നെ വ്യത്യസ്തമാണ്. നമ്മുടെ മുഖത്തിന്റെ രൂപം വ്യത്യസ്തമാണ്. നമ്മുടെ നീളവും വലിപ്പവും വ്യത്യസ്തമാണ്. ഇല്ല, എല്ലാം ഒരുപോലെയാണ്. ഇതുപോലെ ജീവിതം. പക്ഷെ അതിന്റെ അകത്ത് ഒരു ക്വാളിറ്റി നീ കണ്ടെത്തും. നിനക്ക് വളരെ സഭയുടെ ദൂതൻ എഴുതുക. ഓക്കെ. മൂർച്ചയേറിയ ഇരുവായ്ത്തലവാളുള്ളവൻ അരുളി ചെയ്യുന്നത്. ഓക്കെ. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളിടം എന്ന് ഞാൻ അറിയുന്നു. കണ്ടോ, അപ്പൊ പിശാച് ഇവിടെ എല്ലാ സ്ഥലത്തും അവൻ ഓടാടി സഞ്ചരിച്ച് നടക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ മനസ്സിലാക്കി ജീവിക്കാം. ഞാൻ പറയുന്നത് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഓടുന്നവർക്കാണ്. എപ്പോഴും നോക്കിക്കോ, നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ കൈയോ കാലോ നമ്മുടെ ദൈവം തന്നിക്ക് അവയവങ്ങളോ എവിടെ ഏത് സമയം ഏത് രോഗം വരുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളിടമെന്ന് ഞാൻ അറിയുന്നു. അത് മതി. ഇനി ഇങ്ങോട്ട് വന്നാൽ 15 വായിച്ചാൽ ആവർത്തന പുസ്തകം 11:15. ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന. കണ്ടോ, ആരാ ഈ വചനം ഏറ്റെടുക്കുന്നു? ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും കണ്ടോ, ഞാൻ നിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്ക് കണ്ടോ, പശുവിന് പുല്ല് തരുമ്പോ നിന്റെ മക്കൾക്ക് അവൻ തരത്തില്ലയോ? കണ്ടോ, നീ തൃപ്തിയാകുവണ്ണം. ഈ ആണ്ടിന്റെ അനുഗ്രഹത്തെ ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ആരോ ഏറ്റെടുക്കുന്നു അവർക്കല്ല. നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങൾ നേർവഴി വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. അവന്റെ വചനപ്രകാരം ധ്യാനിച്ച് അവനെ മാത്രം സേവിച്ച്
അവന്റെ കൽപ്പന പ്രകാരം ജീവിച്ച് സഭയ്ക്കും ദേശത്തിനും എല്ലാം മാതൃകയുള്ളവരായി ജീവിച്ച് തന്റെ ശബ്ദം പുറത്തു വരാതെ ശാന്തതയും സമാധാനത്തോടെ സമയം നോക്കാതെ ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുക എവനുണ്ടോ അവനെ അല്ലെങ്കിൽ നടക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ ബലപ്പെടണമെന്ന് ഞാൻ പ്രവർത്തിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഡിസംബർ മാസം 31-ാം തീയതി വരെ യഹോവയുടെ ദൃഷ്ടി നിലവിലിരിക്കും. അത് കളയാതെ സൂക്ഷിക്കുക, പാപത്തിൽ വീഴാതെ സൂക്ഷിക്കുക, കണ്ടമാനം സംസാരിക്കാതിരിക്കുക, പ്രാർത്ഥന ഉറ്റിരിക്കുക. നിങ്ങളുടെ അസ്ഥികൾക്ക് ജീവൻ വയ്ക്കും, നിങ്ങളുടെ ഞരമ്പുകൾക്ക് അവൻ ജീവൻ വയ്ക്കും, നിങ്ങൾക്ക് അവൻ തൊക്ക് വെച്ച് മാംസം വെച്ച് പിടിപ്പിച്ച് നിങ്ങളുടെ കണ്ണുകൾക്ക് അവൻ തെളിച്ചം തരും. നിങ്ങളുടെ ഹാർട്ട്, ലെഗ്സ്, പാൻക്രിയാസ് പ്ലസ് എന്തോ എല്ലാ വിഷയങ്ങളിലും കണ്ട കിഡ്നി ഉൾപ്പെടെ യൂട്രോ സംബന്ധമായ എല്ലാം എന്റെ യേശുവാരെന്ന് അറിയാമോ അത്ഭുത മന്ത്രി. നമ്മുടെ മന്ത്രിമാര് റോഡ് വെട്ടും, പാലം പണിയും, അവര് അത് ഇതൊക്കെ ചെയ്ത്. നമ്മുടെ ഡാഡി അങ്ങനെയല്ല, ഇല്ലാത്തത് നിനക്ക് ഉളവാക്കി തരുന്നവനാണ്. ദൈവം ഈ വചനത്തിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, സങ്കീർത്തനം വായിക്കുവാൻ ജനങ്ങളെ ബലപ്പെടുത്തി എല്ലാത്തിനായി സ്തോത്രം. നാം എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ശക്തിയായി പ്രാർത്ഥിക്കും. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പാവം പോക്കി നമ്മെ തന്റെ രക്തത്താൽ നിർമ്മിച്ച് തന്റെ പിതാവായ ദൈവം നമ്മെ രാജ്യം പുരോധനമാക്കി തീർത്ത ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവേ, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം 1-ാം മാസത്തിന്റെ 12-ാം ദിവസം കർത്താവേ, ഞങ്ങളെ ഫലമുള്ള ഞങ്ങളെ കൂട്ടിവരുത്തി കൃപയ്ക്ക് ആശം. സ്വർഗ്ഗങ്ങളുടെ സിംഹാസനം ഭൂമി അങ്ങയുടെ പാദപീഠമാകുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ കർത്താവെ അല്പസമയം സ്തുതിപ്പാനും പാടുവാനും വാഴ്ത്തുവാനും കർത്താവെ നല്ല കുഞ്ഞൊരു നല്ല സങ്കീർത്തനം തന്നു. കർത്താവെ പരിജ്ഞാനം, കർത്താവെ നല്ലൊരു വാക്കുകൾ വചനങ്ങൾ തന്നു, സാക്ഷികൾ പറഞ്ഞു. കർത്താവെ ബലപ്പെടുത്തി കർത്താവെ, എത്രയോ ആത്മാക്കൾ ഞങ്ങൾ ശ്രേഷ്ഠരായ ഈ ലോകത്തിനും പ്രതിയായി മാറ്റപ്പെടുന്നു. കർത്താവെ, ലോകത്താലോസനും വീഴും അയ്യം വിളിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ തിരങ്ങിട്ട് ഞങ്ങളെ ഇത്രത്തോളം കാത്തു പരിപാലിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സാലകുടത്തിലും പേർ വരുവാൻ കാരണമായി ഞങ്ങളുടെ സ്വർഗ്ഗത്താൽ മലിനോട് പൈശാചികത്താൽ വലഞ്ഞോട് കടപ്പാരത്താൽ വലിനോട് കിടപ്പാറുണ്ട്. പ്രായമായിരിക്കുന്നവരോട് കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്തവരോട് കർത്താവെ, അവരുടെ ആവശ്യങ്ങളെ എല്ലാം കർത്താവെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവെ, 2024 കഴിഞ്ഞ് കർത്താവെ 2025 ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. നിന്റെ ദൈവമായ ഗുണവാസത്തോട് കേട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിച്ച സകലകൽപ്പനയനുസരിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ പുണ്യയുടെ സർവ്വജാതി നിന്റെ ദൈവമായ ഗുണവാ കേട്ടനുസരിച്ചായി അനുഗ്രഹം എല്ലാം നിനക്ക് സിദ്ധി. നീ പട്ടണത്തിൽ അനുഗ്രഹം വായിൽ അനുഗ്രഹം നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗവും കന്നുകാലിയുടെ പേരും ആളുടെ ബലം അനുഗ്രഹം. നിന്റെ കൊട്ടയും മാവൊഴുകി തൊട്ടി അനുഗ്രഹം. നിന്നോട് നിൽക്കുന്ന ശത്രുക്കളെ ഹോവാ നിന്നെ നിന്ന് തോൽക്കുമാറാക്കുവാൻ ഒരു വഴിയാ നിന്റെ നേരെ ഒരു വഴിയാ നിന്ന് ഓടിപ്പോ. കർത്താവേ, 2025 കർത്താവേ, ശത്രുക്കൾ ഞങ്ങളുടെ മുന്നിൽ ഓടുവാൻ ഞങ്ങൾക്ക് നല്ലൊരു വർഷമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രത്യേകിച്ച് വിവാഹപ്രായമായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആണ്ടിൽ തന്നെ ആ കുഞ്ഞുങ്ങളെ എല്ലാം വിവാഹം നടക്കുവാൻ ഞങ്ങളെ സഹായിക്കും. അബ്രഹാം, സാറ, ഇസ്ഹാക്ക്, റിബേക്ക, യാക്കോബ്, ലേവി, മോശെ, രൂത്ത്, അശ്വരൻ, എസ്തേറിനെ യോസേഫിനും മറിയയും കൊടുത്ത കർത്താവ് ഇവർക്ക് തക്കതായ തുണയെ കൊടുത്ത് ഈ വർഷം തന്നെ അനുഗ്രഹിക്കുന്നതിനായി സ്വദേശത്തും വിദേശത്തും ജോലിയായിരിക്കുന്നവരെ എല്ലാം കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, അവരുടെ യാത്രയിൽ കൂടെ ഇരിക്കണമേ, ജോലിയിൽ കൂടെ ഇരിക്കണം. കർത്താവെ, അവരെ ബലപ്പെടുത്തുന്ന ശക്തിയെ അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നത് ആശ്രയ കുടുംബത്തെയും കരങ്ങൾ ഏൽപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ കരങ്ങൾ ഏൽപ്പിക്കുന്നത് ബലപ്പെടുത്തുന്ന ശക്തി. എക്സാം എഴുതിയ കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവ് നല്ല റിസൾട്ടോട് പാസ്സാകുവാൻ സഹായിക്കും. മഴ പോലെ ഉപദേശം പൊഴിയും മഴ എവിടെ വചനം മഞ്ഞ് പോലെ ഇളമ്പലിന്മേൽ പൊടിമഴ പോലെ സസ്യത്തിന്മേൽ മാരി പോലെ ചെയ്യുന്ന കർത്താവ് ആ വചനം ഞങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായി ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോകുന്നു. പിരിഞ്ഞു പോകാത്ത ഒരു നാളെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞങ്ങൾ വേണ്ടി നസ്രായനായ യേശുവിനെ നാം താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയുടെ എടുത്തുള്ള
കേട്ടതിനായി സ്തോത്രം ചെയ്യാം. അവനെ തൊട്ടതിനായി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. കാരണം എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നന്ദി കർത്താവേ. സുരേഷ് ബ്രദർ കണ്ണൂരിൽ വരുവാൻ ഇടയാക്കിയല്ലോ, തന്റെ മകനെ അനുഗ്രഹിച്ചതിന് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് സൂക്ഷിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഇന്നു മുതൽ പരിപാലിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ സമാധാനം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്റെ മക്കളോട്, തന്റെ മക്കളുടെ എല്ലാ വിഷയത്തോടും ഞങ്ങളുടെ പ്രേസൻസ് ഇന്ന് ഞങ്ങളുടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയനന്ദ കർത്താവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ വേഗം വരണം. സിയോൻ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121 9387948179. ഇമെയിൽ firegardenpta@gmail.com.